നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് ഇന്ദ്രൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം പഴയതുപോലെ ഒന്നും അല്ല രാജലക്ഷ്മിയുടെ സ്വഭാവത്തിൽ കുറെ മാറ്റമുണ്ട്. ഇന്ദ്രന്റെ ഒരു കാര്യങ്ങളും നോക്കത്തില്ല, ആഹാരം ഒന്നും എടുത്ത് കൊടുക്കത്ത് പോലുമില്ല. വേണമെങ്കിൽ എടുത്ത് കഴിച്ചോണം, ഇന്ദ്രനെ മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇന്ദ്രന് വിശന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഹാളിലേക്ക് വരുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോ രാജലക്ഷ്മി അവിടെ എങ്ങും കണ്ടില്ല. പിന്നീട് അമ്മയെന്നും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പാറു അങ്ങോട്ടേക്ക് വന്നു. പാറു വന്നിട്ടിച്ചു, എന്താ ഇന്ദ്രേട്ടാന്ന് ചോദിച്ചു. അല്ല അമ്മ എന്തിയെന്ന് ചോദിച്ചു. അമ്മ പുറത്തങ്ങോട്ട് പോയിരിക്കുവെന്ന് പറഞ്ഞു. എന്താ എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഒരു ചായ വേണമായിരുന്നു, അതുകൊണ്ടാന്ന് പറഞ്ഞു. അതെ ചായയാണോ, ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. പാറു ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ്. ഇന്ദ്രൻ ആ സമയം ഇങ്ങനെ ആലോചിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പൊന്നും മടത്തിലേക്ക് തിരിച്ചു കയറാനും പറ്റുന്നില്ല. എങ്ങനെ പോയി കയറും? തന്നെ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അവര് തന്നെ ഇടിച്ച് ശരിയാകും. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് കയറാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു അന്ന് എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ മനസ്സ് വിചാരിച്ചു. ആ സമയത്ത് പാറു എന്ത് ചെയ്തു, നേരെ അടുക്കളയിലേക്ക് പോയി ഇന്ദ്രന് വേണ്ടിയിട്ടൊരു ചായയൊക്കെ ഉണ്ടാക്കുവാണ്. അങ്ങനെ ചായ കൊണ്ടുവന്ന് ഇന്ദ്രന് കൊടുത്തു. ആ സമയം ഇന്ദ്രൻ പറഞ്ഞു, എനിക്കിതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, ഞാൻ കുറച്ച് കഴിയുമ്പോൾ അമ്മ വരുമ്പോൾ കുടിച്ചോളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പാറു പറഞ്ഞു, അത് സാരമില്ല, ഇന്ദ്രേട്ടൻ കുടിച്ചോളാൻ പറയണം. ആ സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെ പാറുവിനെ നോക്കണം. അപ്പോഴേക്കും പാറു പറഞ്ഞു, എനിക്കറിയാം ചേട്ടന്റെ മനസ്സിൽ എന്താന്ന്. കാരണം എന്നോടൊക്കെ ഇത്രയും ദ്രോഹം ചെയ്തിട്ടും ഞാൻ ഇതൊക്കെ കൊണ്ടുത്തരുന്ന എന്തുകൊണ്ടാന്നല്ലേ. അതെ, എന്റെ അമ്മയും മാഷും ഒക്കെ ഞങ്ങളെ വളർത്തിയത് അങ്ങനെയാ, നമ്മളോട് ദ്രോഹം ചെയ്യുന്നവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന. അങ്ങനെ എന്റെ ചേച്ചി ഞാനും ഒക്കെ പഠിച്ചു വെച്ചേ. അതുകൊണ്ടാ എനിക്കറിയാം ഇപ്പൊ ഇന്ദ്രൻ ഇവിടെ അനുഭവിക്കുന്ന മാനസിക വിഷമം എന്താന്ന്. അമ്മ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലേ, മൊത്തത്തിലൊരു അവഗണനയല്ലേ. പക്ഷെ പേടിക്കൊന്നും വേണ്ട, അമ്മയുടെ സ്വഭാവമൊക്കെ മാറും, സങ്കടപ്പെടുമൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ആഹാരമൊക്കെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തോടെ തരാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് പാറു അങ്ങോട്ടേക്ക് പോയി. ഇന്ദ്രൻ ഒരു നിമിഷം പാറുവിനെ എങ്ങനെ നോക്കണം അത്ഭുതത്തോട് കൂടിയിട്ട്. കാരണം ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി പടിക്കെട്ടിൽ എണ്ണ ഒഴിച്ചവളാണ് താന്. എന്നിട്ടും ഇവള് തന്നോട് ഇത്ര സ്നേഹം അനുകമ്പയൊക്കെ കാണിക്കുന്നു. സ്വന്തം പെറ്റമ്മ പോലും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. താൻ ദുഷ്ടനാന്നും പറഞ്ഞ് അകറ്റി നിർത്തുക. അത് മാത്രമല്ല ഇവളോടും ഇവളുടെ ചേച്ചിയോടൊക്കെ താൻ കുറെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. ഇവളെ തന്നെ താൻ ഇതിനു മുമ്പും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവൾക്ക് അറിയാവുന്ന കാര്യമാ. എന്നിട്ടും തന്നോട് സ്നേഹം കാണിക്കുന്നു. ഇന്ദ്രൻ അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഋതു എന്ത് ചെയ്തു, ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പൊ രാജമ്മ എന്ന ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരുടെ ട്രാപ്പായിരുന്നു. അങ്ങനെ ഋതു അങ്ങോട്ട് ചെന്ന് ഡോക്ടറോട് കാര്യങ്ങൾ പറയണം. ഡോക്ടറെ, എന്റെ വയറ്റ് വളരുന്ന ഈ കുഞ്ഞ്, അതിനെ എത്രയും പെട്ടെന്ന് തന്നെ അബോർട്ട് ചെയ്യണം. കാരണം എന്റെ അവസ്ഥ അതാന്നൊക്കെ പറഞ്ഞു. ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെയാണ് എന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ഡോക്ടർ പറഞ്ഞു, ശരി നമുക്ക് നോക്കാന്ന് പറയണേ. അങ്ങനെ ഋതുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഋതുവിനൊരു ആശ്വാസമായി. കാരണം മുമ്പ് കണ്ട ഡോക്ടറെ പോലെയല്ല, ഇവരെന്താണോ അബോർട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അല്ല ഡോക്ടറെ, അബോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പറയാം, കുട്ടി ധൈര്യമായിട്ടിരിക്കുക. പിന്നീട് പേരും കാര്യങ്ങളും എല്ലാം ചോദിക്കുകയാണ്. എല്ലാം ഋതു പറഞ്ഞു കൊടുക്കുകയാണ്. ഋതുവിനെന്തോ വല്ലാത്തൊരു ആശ്വാസമൊക്കെ തോന്നി. ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു. പക്ഷെ അതൊക്കെ രാജമ്മയുടെ ഒരു ട്രിക്കാന്നുള്ള കാര്യം ഋതുവിന് അറിയത്തുണ്ടായിരുന്നില്ല. ഋതുവിനെ വലിയൊരു കെണിയിലേക്കാണ് കൊണ്ടുപോയി പെടുത്തുന്നുള്ള കാര്യവും ഋതുവിന് അറിയുന്നുണ്ടായിരുന്നില്ല. ആ സമയം സേതുവും പല്ലവിയൊക്കെ ടൗണിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഋതുവിനെ കണ്ടെടുത്തൊക്കെ നോക്കി. ഋതുവിനെ ഒരു വഴിക്ക് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എങ്ങും ഋതുവിനെ പിന്നെ കണ്ടില്ല. ഇവളത് എതിലൂടെ പോയി, എങ്ങോട്ട് പോയി എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറെ സമയം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനോട് പല്ലവി പറഞ്ഞു, ഇവിടെ എങ്ങും ഇല്ലല്ലോ സേതുവേട്ടാ, നമ്മൾ ഇവിടെ വെച്ച് അവളെ കണ്ടാണല്ലോ എന്ന് പറഞ്ഞു. അതെ, പിന്നെ അവൾ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. അവളുടെ കൂടെ ആരോ ഒരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നില്ലേന്ന് ചോദിച്ചു. അതെ, ഞാനും ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ യൂട്ടേൺ എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എങ്ങോട്ട് അവരും മറിഞ്ഞു. ഒരു പക്ഷെ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണുമോ സേതുവേട്ടാ? അവര് നടന്നല്ലേ പോയത്, ഇനി വല്ല വണ്ടിക്കും കയറി പോയി കാണുമോ? അത്രയ്ക്കുള്ള സമയമായില്ലോ, നമ്മൾ തിരികെ വന്നപ്പോ കണ്ടില്ലോ. ഇനിയിപ്പോ ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിലേക്കാണോ? അതും അറിയത്തില്ല. അല്ല ഋതുവിന് ഇവിടെ അത്രയ്ക്ക് വല്ല പരിചയമുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഋതു എവിടെ പോയി കയറാനാന്ന് ചോദിച്ചു. അത് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം എങ്ങോട്ട് പോവാനായിട്ടാ ഋതു? ഹോസ്പിറ്റലിലേക്കൊന്നും പറഞ്ഞ് ഇറങ്ങിയെന്നാ പറഞ്ഞേ. ആ സമയം പൂർണ്ണിമയാകാൻ നല്ല ടെൻഷനിലായിരുന്നു. ഋതു എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അതോടൊപ്പം തന്നെ സേതുവും പല്ലവിയും വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ചു അങ്ങോട്ടേക്ക് വന്നു. അച്ചു വന്നിട്ട് പൂർണ്ണാമയോട് പറഞ്ഞു, അതെ ഞാൻ സേതുവേട്ടനെ പല്ലവിയേച്ചയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഋതുവിന്റെ കാര്യം. അല്ല അവരെവിടെയാന്ന് ചോദിച്ചു. അവര് ശ്രീകാന്തിനെ കാണാൻ പോയിട്ട് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. ആ സമയത്താണ് ഞാൻ ഋതുവിന്റെ കാര്യം വിളിച്ചു പറഞ്ഞ്. അവര് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ ഇതിലൂടെയാലും പോട്ടെ, പറഞ്ഞ അനുസരണ ഇല്ലാത്ത നിന്നോടും കൂടെ
പോകാൻ പറഞ്ഞല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, അമ്മേ ഞാൻ പോവാന്ന് കരുതുക, പക്ഷെ അവള് സമ്മതിച്ചിട്ട് വേണ്ടേന്ന് ചോദിച്ചു. അങ്ങനെയുള്ളവള് പോയി അനുഭവിച്ചിട്ട് വരട്ടെ, അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? അവളുടെ മട്ടും ഭാവവും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കണക്കാം. അവളുടെ ഇന്ദ്രനെ കൂടെ കല്യാണം നടത്താനായിട്ട് ഞാൻ നിർബന്ധിച്ചത് പോലുണ്ട്. അത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, പോട്ടമേ, ഒന്നാമത്തെ കാര്യം ഋതു പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയം. പിന്നെ അമ്മ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ അവളെ നിർബന്ധിച്ച അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി അവള് വന്നു കഴിയുമ്പോ അമ്മ പറഞ്ഞ് അവളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവൾക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തോണ്ടാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പൂർണ്ണം പറഞ്ഞു, നിനക്കറിയാലോ അച്ചു, എനിക്ക് അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ താല്പര്യമില്ല. പക്ഷേങ്കിൽ ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പ്രസവിക്കും. അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നിനക്കറിയാലോ, എനിക്കതൊക്കെ അറിയാമേ. ഇനി നിങ്ങളുടെയൊക്കെ അനുജത്തി സ്വാതിയുണ്ട്, അവളുടെ കാര്യം കൂടെ എനിക്ക് നോക്കണ്ടേ. ആ സമയത്ത് ഇവളിങ്ങനെ ഭർത്താവില്ലാതെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ വെച്ച് വീട്ടിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവൾക്ക് നല്ലൊരു ആലോചന വരുമോ? എന്തായിരിക്കും? അച്ചു പറഞ്ഞു, എന്നും പറഞ്ഞോണ്ട് നമുക്ക് അവളെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമെന്ന് ചോദിച്ചു. തള്ളിക്കളയാനൊന്നും പറ്റില്ല, പക്ഷെ അവളിങ്ങോട്ട് വരട്ടെ, ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പൂർണിമ നല്ല ദേഷ്യത്തിലായിരുന്നു. ആ സമയത്ത് പാറു എന്ത് ചെയ്തു, കുറച്ച് ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അത് അയൺ ചെയ്യാനായിട്ട് നേരെ അയൺ ചെയ്യുന്ന മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് അമർത്തി കഴിയുമ്പോൾ പെട്ടെന്ന് പാറുവിന് ഷോക്ക് അടിക്കുന്നത്. പാറു എടുത്തടിച്ചു വേണം നിലത്തേക്ക് വീഴുവാണ്. പാറു ബോധം കിട്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സൈഡില് പാറു വീണ് കിടക്കുന്ന കണ്ടു. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ ഒരു കാര്യം മനസ്സിലായി. ഒന്നെങ്കിൽ ഷോക്ക് ഏറ്റതായിരിക്കും, അല്ലെങ്കിൽ തല കറങ്ങിയതായിരിക്കും. കാരണം അയൺ ചെയ്യാനുള്ള അയൺ ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഇന്ദ്രൻ ഒരു നിമിഷം ഒന്ന് പകച്ചുപോയി. പിന്നീട് പാറുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുലിക്ക് വിളിച്ചിട്ടൊന്നും പാറു എഴുന്നേറ്റില്ല. എന്ത് ചെയ്യണം ഇന്ദ്രൻ ആകെപ്പഴൊരു പേടിയായി. പിന്നീട് ഇന്ദ്രൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ പാറുവിന്റെ നെഞ്ചത്ത് ഇങ്ങനെ ശക്തിയായിട്ട് അമർത്തുവാണ്. ആ സമയത്താണ് മുകുന്ദൻ മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. പാറുവിനെ കണ്ട് കുറെ ദിവസമായല്ലോ എന്നൊക്കെ കരുതിയിട്ട് മുകുന്ദൻ മാഷ് അങ്ങോട്ട് വരുന്നത്. വന്നിപ്പോ കഥയൊക്കെ തുറന്നു കിടക്കുക. പാറുവിനെ 1-2 വട്ടം വിളിച്ചിട്ടും വെളിവെച്ചൊന്നും കേട്ടില്ല. അപ്പോഴേക്കും മുകുന്ദൻ മാഷ് ഓർത്തിട്ട് എവിടെയാ, കാരണം കഥയൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. എന്തായാലൊന്നും അറിയത്തില്ല. പിന്നീട് മാഷ് നേരെ മുകളിലേക്ക് കയറി പോവാണ്. അങ്ങനെ ചെല്ലുമ്പോ അവിടെ കാണുന്ന കാഴ്ച, ഇന്ദ്രൻ പാറുവിന് നെഞ്ചത്ത് ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ അമർത്തുന്ന അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുകുന്ദൻ മാഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. പെട്ടെന്നിട്ട്, എടാ നീ എന്റെ കൊച്ചിനെ എന്ത് ചെയ്യുവാന്ന് ചോദിച്ചോണ്ട് ഇന്ദ്രനെ അടിക്കുവാണ്. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, അയ്യോ അടിക്കല്ലച്ചാ എന്നൊക്കെ പറയുന്നുണ്ട്. എടാ സത്യം പറയടാ, നീ എന്താടാ എന്റെ കൊച്ചിനെ ചെയ്തതെന്ന് ചോദിച്ചു. ഞാനൊന്നും ചെയ്തില്ല, അവള് തല ഇറങ്ങി വീണ് കിടക്കുമായിരുന്നു. ബോധം കെട്ട് കിടക്കുന്നുണ്ടപ്പോ അവളെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചൊന്നുമല്ല. നീ എന്താ ചെയ്തതെന്ന് എനിക്കറിയാടാ, സത്യം പറ, നീ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് തലങ്ങും വിലങ്ങും ഇന്ദ്രനെ അടിക്കുവാണ്. ഇന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന്. അപ്പോഴേക്കാണ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. രാജലക്ഷ്മി വന്നു കഴിഞ്ഞപ്പോ ഇന്ദ്രനെ തലങ്ങും വിലങ്ങും അടിക്കുന്ന മുകുന്ദൻ മാഷിനെ കണ്ടേ. പെട്ടെന്ന് രാജലക്ഷ്മി ഒന്ന് വന്നിട്ട് ചോദിച്ചു, എന്താ മാഷെ, എന്താ കാര്യം? മാഷ് എന്തിനാ ഇവനെ അടിക്കണമെന്ന് ചോദിച്ചു. ഇവൻ എന്താ ചെയ്തെന്നറിയാവോ? എന്റെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അടിക്കുവാണ്. എന്താടാ സത്യം പറയടാ ഇന്ദ്ര, എന്താന്ന് ചോദിക്കുവാണ്. അമ്മ ഞാനൊന്നും ചെയ്തില്ല, പാറു തല ഇറങ്ങി കിടക്കുന്നുണ്ടപ്പോ അവളെ രക്ഷിക്കാൻ നോക്കിയതാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജലക്ഷ്മിക്ക് വല്ലാത്ത ദേഷ്യമായിപ്പോയി. രാജലക്ഷ്മി അവനെ ഇന്ദ്രനെ തലങ്ങും വല്ലതും അടിക്കുന്നുണ്ട്. നീ എന്റെ പാറുവിനെ എന്താടാ ചെയ്തതെന്ന് ചോദിച്ചോണ്ട് പിന്നീട് ഓടിപ്പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്തോണ്ടെന്ന് പാറിന്റെ മുഖത്ത് തെളിക്കുന്നുണ്ട്. അപ്പോഴേക്കും പാറു പതുക്കി ഇങ്ങനെ കണ്ണു തുറന്ന് ചുറ്റും നോക്കുവാണ്. ഇപ്പോഴും അതേ സമയത്ത് മൂന്ന് മാഷ് ഇന്ദ്രനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടുന്നുണ്ട്. ഇന്ദ്രൻ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലാന്ന്. അങ്ങനെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി കഴിഞ്ഞപ്പോ രാജലക്ഷ്മി പറഞ്ഞു, മോള് വിഷമിക്കണ്ട, ഞാനുണ്ടെന്ന് പറയാണ്. കാരണം രാജലക്ഷ്മിയുടെ വിചാരം മുമ്പത്തെ പോലെ എങ്ങാനും ഇന്ദ്രനെ അവളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചാണോ എന്ന് സംശയമുണ്ട്. പിന്നീട് പാറുവിനെ പതുക്കെ എഴുന്നേപ്പിച്ചിരുത്തുവാണ്. ആ സമയത്താണ് മുകുന്ദൻ മാഷ് ഇന്ദ്രനെ തല്ലുന്നുണ്ട്. പെട്ടെന്ന് ചോദിച്ചു, അച്ഛൻ എന്ത് പരിപാടിയെ കാണിക്കുന്നത്? എന്തിനാ ഇന്ദ്രനെ തല്ലുന്നെന്ന് ചോദിച്ചു. ഇതേ മോളെ, ഇവനാ നിന്നെ. അയ്യോ അച്ഛ, ഇന്ദ്രൻ എന്നെ ഒന്നും ചെയ്തില്ല. ഞാനേ അയൺ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് എന്നെ ഷോക്ക് അടിച്ചാന്ന് പറഞ്ഞു. ഷോക്ക് അടിച്ചോ? അതേന്ന് പറയണം. കൃത്യസമയത്ത് ഇന്ദ്രൻ വേണ്ടുന്ന പ്രാഥമിക ചികിത്സ നടത്തിയതുകൊണ്ട് മാത്രമാണ് പാറു രക്ഷപ്പെട്ടത്. കാരണം നല്ല ശക്തിയായിട്ട് നെഞ്ചത്ത് അമർത്തി. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ പാറുവിന് എന്തെങ്കിലും സംഭവിച്ചു പോയനം. അപ്പോഴാണ് രാജലക്ഷ്മി മുകുന്ദൻ മാഷും ഒക്കെ ആ കാര്യങ്ങൾ അറിയണേ. ഇന്ദ്രനാണെങ്കിൽ സങ്കടം വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പാറു വന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു, സോറി കേട്ടോ ഇന്ദ്രേട്ടാ, ഇവരറിയാതെ ചെയ്തു പോയതല്ലേന്ന് ചോദിച്ചു. ആ സമയം രാജലക്ഷ്മി പാറുവിന്റെ ചോദിച്ചു, മോൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലേന്ന് ചോദിച്ചു. ഇല്ല, എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. മുകുന്ദൻ മാഷ് പറഞ്ഞു, ഞാൻ വന്നു കഴിഞ്ഞപ്പോ നീ വീണ് കിടക്കുന്ന കണ്ടേ, നിന്റെ അരിയിൽ ഇന്ദ്രനെ ഇരിക്കുന്ന കണ്ടു.
അവൻ നെഞ്ചത്ത് അമർത്തുന്ന കണ്ടപ്പം ഞാൻ കരുതി നിന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കുമെന്ന്. അങ്ങനെയൊന്നും ഇല്ല അച്ഛാന്നൊക്കെ പറഞ്ഞു. പിന്നീട് രാജലക്ഷ്മി പാറുവിനെയും കൂടെ താഴേക്ക് വരുവാണ്. അങ്ങനെ പാറുവിനെ അവിടെ ഇരുത്തിയിട്ട് പാറുവിന് വെള്ളം എല്ലാം കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ആ സമയം രാജലക്ഷ്മിയുടെ മനസ്സിലൊരു സംശയമുണ്ട്. ഇനി മനഃപൂർവ്വം എങ്ങാനും അവൻ ഷോക്ക് അടിപ്പിച്ചാണോ? അവന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. പിന്നീട് പാറുവിനോട് പറഞ്ഞു, മോളിച്ചാൻ റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ മുറിയിലേക്ക് പറഞ്ഞു വിടുവാണ്. ആ സമയം മുകുന്ദൻ മാഷ് പറഞ്ഞു, ഞാനിവിടെ വരാം മോളെന്ന് പറഞ്ഞു. അങ്ങനെ മുറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുകുന്ദൻ മാഷ് ചോദിച്ചു, മോളെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലേ, ഹോസ്പിറ്റലിൽ വരെ പോണോന്ന് ചോദിച്ചു. കുഴപ്പമൊന്നും ഇല്ല അച്ഛാ, അമ്മ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ പോകാന്ന്. ഞാൻ അമ്മയോട് വേണ്ടാന്ന് പറഞ്ഞു. എനിക്കിപ്പോ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. എന്നാലും വീണ് കഴിഞ്ഞപ്പോ എന്തേലും ബുദ്ധിമുട്ട്, ഒരു പ്രശ്നമില്ല, സാരമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും രാജലക്ഷ്മി നേരെ ഇന്ദ്രന്റെ അടുത്തേക്ക് എല്ലുവാണ്. സത്യം പറയടാ, നീ അവളെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതല്ലേന്ന് ചോദിച്ചു. അമ്മ ഇത് എന്ത് വർത്താനാ പറയണേ? ഞാൻ കൊല്ലാൻ നോക്കിന്നോ? കള്ളത്തരം പറഞ്ഞാണ്ടല്ലോ, നീ അതല്ല അതിലപ്പുറം ചെയ്യും. മുമ്പ് നീ എണ്ണ ഒഴിച്ച് വീഴിച്ച് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച, ഇത്തവണ നീ അങ്ങനെയല്ല ചെയ്യാൻ ശ്രമിച്ചെന്ന് ചോദിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലമ്മേ എന്നൊക്കെ ആണായിട്ട് പറയുന്നുണ്ട്. പക്ഷെ രാജലക്ഷ്മിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി ഇവനെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, ഇവനെ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും എന്നൊരു ചിന്തയൊക്കെ രാജലക്ഷ്മിയുടെ മനസ്സിലുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇവനെ പറഞ്ഞു വിടണം എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.